അതല്ല ഗൈസ് 21,000 സാധനം കേട്ടോ നമ്മൾ വാങ്ങി. എൻ്റെ ഉണ്ട് നോമ്പ് കഴിയുമ്പോൾ ഒന്നുകൂടി ഡേറ്റ് ആവില്ല. ഒന്നുകൂടി നല്ല ഇതോ ഇനി രണ്ട് വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മളിതാക്കുന്ന ഒരു പർച്ചേസിങ് വീഡിയോ ആണ് ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെ നോമ്പൊക്കെയാണ് പെരുന്നാളൊക്കെയാണല്ലോ വരാൻ പോകുന്നത്. അപ്പൊ ഏതായാലും പെട്ടെന്ന് തന്നെ നമുക്ക് പർച്ചേസിങ് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. കാരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ലോക്കൽ സാധനങ്ങളല്ലേ ഉണ്ടാവും അല്ലേ. അപ്പൊ ഇതാ ഷെമിതാക്കണ നോമ്പിന് ലിപ്സ്റ്റിക് ഇടൽ ഹറാമാണോ? നോമ്പിന് ഞെട്ടിയില്ലാന്നോ? പല്ലുമല തടിയാള ഏറ്റവും വലിയ കോമഡി. പിന്നെ അല്ല ഇത് കണ്ടിട്ട് വൈറ്റിക്കണ ടീലാണ് മുഖം കണ്ട വായ് എന്താ അഭിനയോ. എന്റെ മോളെ ആടുജീവിതത്തേക്ക് പോയിക്കൂടെ എനിക്ക് അഭിനയിക്കാൻ. ഓക്കെ ആയിഷു പോവാം. ആയിഷുനാണ് വൈറ്റ് ആട്ടോ ഗിസിലിട്ടത്. ഞാനും ആയിഷു കണ്ടില്ല, ഞങ്ങളെ കണ്ട വൈറ്റ് ആണ്. ഷെമി വേറെ കളറാണ്. പിന്നെ മുബാസും ഉണ്ട് കേട്ടോ. മുബാസ് ഹെവി ലുക്കിലേ ഇപ്പൊ നടക്കുന്നുള്ളൂ. ഇപ്പൊ വൈറ്റ് പാന്റ്, പിന്നെ സ്കെച്ചേഴ്സിന്റെ ഷൂ, പിന്നെന്താ പിന്നെ ഏതാ ബ്രാൻഡ്? അലൻസോളിയോ ഷർട്ട് കൊറിയ. ആയിഷുവിന്റെ ചെരുപ്പ് ചെരുപ്പ് കൈ പിടിച്ചോ. ഇല്ല കാറിലെ സീറ്റിലൊക്കെ ചവിട്ടി ചളിയാക്കാം. ഇനി ആയിഷുവിന് ഏതെങ്കിലും എന്തെങ്കിലും ഒന്ന് എടുക്ക്. ഞാൻ അങ്ങോട്ടേക്ക് 700 ഷൂവോ 600 ഞാൻ ടോട്ടലി നോക്കിയതൊക്കെ ഇതുവരെ 1400-1500 ഷർട്ട് ആയിരിക്കും. പിന്നെ ഒരു 700 പാന്റ്, ഒരു 200 ഷൂ, മൊത്തത്തിൽ അതേ ഉണ്ടാവും. പിന്നെ ഈ സാധനത്തിന് തന്നെ 5000-6000 നല്ല ചൂടുണ്ടാവും കേട്ടോ ഇതിട്ടാല്. ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ. അടിപൊളി സാധനം പോവാല്. ഇപ്പൊ ഇത്ര കാലായി നമ്മളല്ലേ പുറത്തു പോയിട്ട്. നമ്മളെ മിനിയാന്ന് ബീച്ചിൽ പോയിക്കുന്ന സംഭവം. എന്നാലും ഈ ടൈമിന് പകലില്ലേ എത്രയോ ദിവസത്തിന് ശേഷമാണ് നമ്മള് എടുക്കലും ഇല്ല, വീഡിയോ വ്ളോഗും ചെയ്യലില്ല. പിന്നെ അത് കാരണം വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ചെയ്യാനുണ്ടാവും. അപ്പൊ പിന്നെ എന്ത് പെട്രോൾ എടാ ഡീസലല്ലേ അടിച്ചാനെ. ഡീസൽ അടിക്കാട്ടെ, ഡീസൽ അടിച്ചാൽ അതിന്റെ സൗണ്ട് കുറയ്ക്കാൻ പറ്റുമോ ആശുവിന്റെ? ഇതാണ് പ്രശ്നം. രക്ഷയില്ല കേസ്. എന്താ ചെയ്യാ? വേണ്ട ഒന്നും ഞങ്ങൾ കാണണ്ട. നമ്മളെന്തൊക്കെ ചെയ്യണേ. ആയിഷ നല്ല പാട്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റൂല. വീഡിയോ അടിപൊളി വാൻഡനുള്ള ഡ്രസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷെമിക്ക് ഡ്രസ് ഇപ്പൊ ഏതായാലും നമ്മള് എടുക്കല്ല ചെയ്യുന്നത്. നമ്മൾ ഏതായാലും ഡിവൈൻ റാപ്പിൽക്ക് കൊണ്ട് ചെയ്യിക്കാന്നാ വിചാരിക്കണേ. സാധാരണ ഫസ്റ്റ് എനിക്കല്ല എന്നും വാങ്ങല്. ഇപ്രാവശ്യം ഷെഫിക്ക് ആയിഷുവിനൊക്കെ വാങ്ങാം. ഞാൻ എടുക്കണ്ട്. പിന്നെ അതുപോലെ തന്നെ മുബാസിനെ നോക്കണം. എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം. പിന്നെ ആയിഷുവിന് നോക്കണം. അപ്പൊ ഞങ്ങള് മൂന്നാക്കുള്ളതാണ്. ഷെമിക്ക് ഷെമിക്കിനെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാതെ കൊണ്ട് പിന്നെ നമുക്കിന്റെ ആ ലെവലിലൊക്കെ എത്താൻ പറ്റൂലല്ലോ. അപ്പൊ ഞങ്ങൾക്കുള്ള ഡിസൈന് ഇപ്പൊ നിങ്ങൾ ഗേൾസിനുള്ള അല്ല ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എന്നെ കൂടി പറഞ്ഞിട്ട് ഞങ്ങളുടെ അങ്ങനെ ഞാനെന്തൊക്കെ ഇങ്ങനെ ഇതിലെങ്ങനെ ഇതൊക്കെ ഉള്ളതായിട്ടൊന്ന് ആലോചിച്ചൊക്കെ മറ്റേ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൈമക്കൂടിയൊക്കെ നല്ലൊരു ഡിസൈനറെ വെച്ച് ജെൻസിന്റെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അല്ലെന്തെങ്കിലും അത്യാവശ്യം നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഓർഡർ വന്നിട്ട് സത്യം പറയുകയാണെങ്കിൽ പെരുന്നാൾ ടൈമും ആണല്ലോ. അപ്പൊ വർക്കർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയ പെരുന്നാളിനൊക്കെ കുറച്ച് നേരത്തെ ഓർഡർ കിട്ടട്ടെ. നമ്മള് തുടങ്ങിയതോ പിന്നെ പെരുന്നാളും എല്ലാം കൂടി അടുപ്പിച്ചായി പോയി. മാക്സിമം നമ്മൾ കുറെ ചെയ്ത് കൊടുക്കാൻ പറ്റിടത്തോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പെരുന്നാളായതുകൊണ്ട് ആ ടൈമിന് എത്തണ്ടേ. അപ്പൊ ചിലപ്പോ നമ്മൾ പറ്റിക്കോളൂ. അങ്ങനെ ഓർഡർ കുറെ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ഏതായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം. ഡിവൈഡ് ആപ്പിന്റെ നമ്പറും അതുപോലെ തന്നെ ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോന്റെ ഇവിടെ സൈഡിലും കൊടുക്കാം. ഓക്കെ, നമ്മൾ തന്നെയാണ് ഡിവൈഡ് ആപ്പ് കേട്ടോ.
ഓക്കെ. അപ്പൊ ഏതായാലും ഐശ്വര്യ കാത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് വ്ലോഗ് എടുക്കേണ്ടി വരുമല്ലോ അല്ലേ? അതാ നല്ലത്. പോണേരം ഇപ്പൊ ജ്യൂസും ചായയും കുടിക്കണൊന്നും എടുക്കാനില്ലല്ലോ, നോമ്പല്ലേ, അതിന് മൈൻഡ് ചെയ്യില്ല. അപ്പൊ ഏതായാലും എന്നെ അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാക്കണ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കണ അവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രാജകുമാരി ഇവിടെ ഉറങ്ങുകയാണ് ഗൈസ്. ഇനി എപ്പോഴും എണീക്കുക? കുറെ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യണേ, ഒന്ന് എണീക്കാ കിടന്നോട്ടേന്നും ഉണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ? ഇന്നലെ രാത്രി എപ്പോഴോ ഉറങ്ങി എപ്പോഴോ നേരത്തെ. എന്നാൽ എത്ര മണിക്ക്? 5 മണിക്കോ 4 മണിക്കോ അങ്ങനെ എണീച്ചില്ല അവള്. അങ്ങനെ ഷെമിയും അങ്ങനെ തന്നെ. ഷെമിക്ക് സത്യത്തിൽ ഉറക്കമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ എനർജി ആക്കി കൊണ്ടുവരികയാണ്. ഇങ്ങനെ പൊക്കി കൊണ്ടുവരാൻ നിങ്ങൾ നോക്കണ്ട, ഞാൻ എന്നെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ലോ. എന്നാല് ഐശുവിനെ നോക്കാം. ഒരു 10 മിനിറ്റ് കൂടി കാത്തു നോക്കുക. അവളൊന്നുകൂടി ഒന്ന് ഉറങ്ങിയോട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ. അപ്പൊ ആയിഷു എണീച്ച് ഇനി നമ്മൾ ഇതാക്കണ മുകളിലോട്ട് പോവുകയാണ്. എന്ത് ഇവിടെ കയറുന്നിടത്ത് തന്നെ AC ഉണ്ടായി. ഷെമിയാണ് AC-യിൽ നിൽക്കുകയെന്ന് പറഞ്ഞത്. ചേച്ചിക്ക് നല്ല സുഖമാണെന്നല്ലെങ്കിൽ പറഞ്ഞ ഷെമി. ആയിഷു ഉറങ്ങി എണീച്ച് ഞാൻ നല്ല എനർജിയിലാന്ന് തോന്നുന്നു. ഷെമി ഇതെന്താ അറിയോ? ഇത് എനിക്കുള്ളതാ. അത് ഷെമിക്ക് ഞാൻ വാങ്ങിയതാട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിപാടി ഉണ്ട്. ഇത് ആയിഷു കാണണ്ട, അതല്ല പോക്കറ്റിലൊക്കെ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റീൽ എടുക്കാനുണ്ട്. അതാ ഞാൻ ഇത് വാങ്ങിയത്. ഇല്ല, ഞാൻ ചോക്ലേറ്റ് വാങ്ങില്ല. ഇല്ല, ഇത് തിന്നരുതേ, കഴിക്കരുത്. ഈ റീൽ ഇൻസ്റ്റാ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു അടിപൊളി റീൽ ആവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. അല്ലേ? എപ്പോൾ വന്ന ഐഡിയ അല്ലേ ഇവിടെ വന്നപ്പോൾ? വേഗം എൻ്റെ ഉറക്ക് തൂക്കലൊക്കെ പോയോ? ഉറക്ക് വരലൊക്കെ പോയോ? അപ്പോൾ എനിക്ക് വിളിച്ചു, എന്താ പറയുക, വായു സഞ്ചാരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ എത്തിയിട്ടാ. അമ്മ എനിക്ക് പറ്റിയൊന്നും ഇവിടെ ഞാൻ കാണില്ല. അപ്പൊ മുബാസിന് വേണ്ടി എടുത്തോളാൻ വേണ്ടി പറഞ്ഞതാണ്. ആ പ്രശ്നം. പക്ഷെ എനിക്ക് ഇഷ്ടായില്ല. മുബാസോടൊക്കെ എടുത്ത് വേറെ ലെവല് സാധനമാണല്ലോ. ഞാൻ രണ്ടും എടുത്താല് അല്ലാണ്ട് ഇപ്പൊ എന്താ? അല്ല, രണ്ടും എടുക്കണ്ടോ? ഒക്കെ ഒരു ഓണം നിൽക്കൂ. ഇതെടുത്തോന്നാല് അല്ലേ? ഇതല്ലോ ഒന്നൊരു നല്ല ഇതോ? ഇനി രണ്ടൊന്ന് ഫിറ്റ് ചെയ്ത് വാങ്ങാല് നോക്കട്ടെ. എല്ലാം കൂടെ കിട്ടില്ല. ചെരുപ്പ് നോക്കാം. എനിക്ക് ഏട് പോയാലും അങ്ങനെ ചെരുപ്പ് നോക്കണ പരിപാടിയാ. പിന്നെ നല്ലൊരു സാധനം ഞാൻ കണ്ടു ഷെമിയെ, വൈറ്റ്. എനിക്ക് ഒരു ഐഡിയ ഒന്നും കിട്ടിയില്ല. എനിക്കുള്ളത് നോക്കുകയാണ്. മുബാസിന്റെ ഇടയിൽ എത്തിയില്ലല്ലോ ഷെമിയെ? ഇത് ഭയങ്കര ലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ മിന്നിക്കളുണ്ട് ലൈറ്റ് സീനുണ്ടാവൂലേ? നോക്കണ്ട. ഇതാണോ എൻ്റെ സൈസ്? ഇത് 42 എടുത്ത് ഇത്ര വേണ്ടല്ലോ. ഇത്ര വേണ്ടി വരില്ല. ഇതിന്റെ തിരിയല്ല, നല്ല മല്ലയില്ലേ? ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. എന്നാല് ഫിറ്റ് ചെയ്ത് നോക്കാം. ബോസേ, ഇത് അടിപൊളിയാട്ടോ. പക്ഷെ വൈറ്റ് പാൻറ്റിന് രസമുണ്ട്. ഈ പാൻറ് ഏതായിട്ടുണ്ട്? ഇതിന് ഏതാ ഷർട്ട് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഒരു കളറായിക്കിന്. ഇതെങ്ങനെയുണ്ട്? ഈ കളർ ഒന്നുണ്ട്, പക്ഷെ എന്നാലും ഞാനൊന്ന് പക്ഷെ ഇതിന്റെ ഡാർക്ക് അല്ലേ ഉള്ളത്, ഇത് ലൈറ്റ് അല്ലേ? ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു മിനിറ്റ് അല്ലേ? രസല്ലേ? ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. ടൈറ്റ് ഉണ്ടോ? ടൈറ്റ് കുറച്ചുണ്ട്. നോമ്പ് കഴിയുമ്പോൾ ഒന്നുകൂടി ടൈറ്റ് ആവില്ല. കുറച്ച് ലൂസുള്ള എടുത്തോ? കുറച്ച് ലൂസുള്ള എടുക്കുന്നുണ്ടല്ലേ? ജിമ്മിൽ എന്തായാലും പോകുന്നില്ല നോമ്പ് കഴിഞ്ഞിട്ട്. എങ്ങനെ വിചാരിക്കല്? കണ്ട സാധനം കണ്ടേ വീഡിയോയിൽ കാണാൻ രസമുണ്ടോ? വൃത്തിയാക്കണ്ട്. ഹലോ, ഇത് ഇങ്ങനെ തന്നെ പുറത്ത് ഇതിന് ചെറുതെടുക്കാൻ പറ്റുമോ? അല്ല, ഇതിന് വലുതെടുക്കാൻ പറ്റുമോ? യെസ്, കുറേ എണ്ണം നോക്കി, കുറേ എണ്ണം എടുത്ത്, കുറേ എണ്ണം അവിടെ വെച്ച്. നിങ്ങൾക്ക് അറിയാലോ, ഷർട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാലും ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാലുള്ള കാര്യം. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഇതായിക്കൊണ്ട് നിൽക്കുകയാണ്, ഇങ്ങനെ മുന്നേറിക്കൊണ്ട് നിൽക്കുകയാണ്. മുബാസ് ഇതാക്കണ ഹെവി ലുക്കിൽ ഇങ്ങനെ ഡ്രസ്സ്, ഷർട്ടും പാൻറ്റും ഒക്കെ ലൂസുള്ള എടുത്തോടോ മുബാസേ. അത് അടിപൊളി. ഫിറ്റ് എടാ എന്ത് നോക്കട്ടെ. ഇതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. എനിക്ക് വേണ്ടി എടുത്തോ. ഇതിലേതാണ് എനിക്ക് കംഫർട്ട് ആയി എന്നാ എടുത്തോ. സെറ്റ്.
ഓക്കെ. അപ്പോഴേക്ക് നമ്മൾ ആയിഷുവിനുള്ളതും എനിക്കുള്ളതും പിന്നെ മുബാസിനുള്ളതും ആയിഷുവിന് ഇപ്പം കാണിക്കണ്ട, പെരുന്നാൾ നമ്മൾ ഇടാൻ പോകുന്നതല്ലേ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ബില്ലാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഈ സൈഡിൽ എടുക്കുക. ആയിഷുവിന് വിശക്കല്ലേ? വെള്ളം വേണ്ടേ? വെള്ളം വേണ്ട ആയിഷു? ആയിഷു നോക്ക്. ഓക്കെ. അങ്ങനെ ഐസ്ക്രീമാണ് എടുക്കണത്. ആയിഷുവിനുള്ള ജ്യൂസ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നേർ ജ്യൂസ് ഇട്ടോ. ഐഷുവിൻ്റെ ജ്യൂസ് സെറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഹലോ, പാർസലിൻ്റെ ക്ലാസ് ഉണ്ടോ? എത്ര റുപ്യ ഉണ്ടാവും? 10? അത് കുഴപ്പമില്ല, അതാക്കിയോ. അങ്ങനാകുമ്പോൾ നമ്മൾ വേഗം പോകാമല്ലോ. സൂപ്പർ. നല്ല വിശന്നില്ലേ ചെമ്മേ? ഒക്കെ കഴിഞ്ഞ പാവോ, നല്ല വിശന്നേനു. സൂപ്പർ. ഇപ്പഴാ സമാധാനമായിട്ട്. ഓക്കെ, വാ നമ്മൾ ഇനി പോവല്ലേ? പോവല്ലേ? ക്ഷമേ 21,000 റുപ്യൻ്റെ പർച്ചേസിങ്. ഇതാ അത്രയേ ഉള്ളൂ. എന്തോന്ന് കട്ട് ചെയ്യാൻ കൊടുക്കട്ടെ എൻ്റെ മോനെ. ഫൈനലി നമ്മൾ ഇതാക്കണ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇതാക്കണ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അന്ന് ആദ്യം എന്തേതെങ്കിലും ഉണ്ടാക്കിയാടാ വീട്ടിൽ? എന്തൊരു സാധനം അതാക്കി വെച്ചതാണ്. ഇപ്പം ടൈം 5:45. കാരണം നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എത്രയോ നേരം വൈകിട്ട് അവിടെ ഇറങ്ങാൻ പറ്റും. എല്ലാ ഹോട്ടലിലും തുറക്കണം. അപ്പോൾ ചിക്കൻ കറി അവിടെ ഉള്ളതും കൊണ്ട് നമ്മൾ ഹോട്ടലിൽ തുറക്കണ്ടല്ലേ. പിന്നെ അതല്ല 21,000 റുപ്യൻ്റെ സാധനം കേട്ടോ നമ്മൾ വാങ്ങി. എൻ്റെ അല്ലേ 21,700 റുപ്യൻ്റെ സാധനം. എൻ്റെ മോനെ. ഒന്നുമില്ല, 2 പാൻറ്റും 4 ഷർട്ടും വാങ്ങിയപ്പോഴത്തേനും അത്രയും പൈസ. വണ്ടി എവിടെ അല്ലേനോ? ഓ, എന്ത് ചൂടല്ലേ ഇവിടുന്ന് അവിടെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ. ഇതൊന്നുമല്ല, നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ പോകണില്ല. അപ്പൊ നമുക്ക് ഏതായാലും ഇവിടുന്ന് ഇറങ്ങി തുറന്നിട്ട് പോകാന്നാ വിചാരിക്കണേ. നമ്മൾ ഏട്ടാ നിക്കണുണ്ട് ക്ഷമയായി എങ്കിലേക്ക്. ഓ പറ്റൂ. ഓക്കെ ഓക്കെ. ഓ തിരക്ക് കൂടി എങ്ങനാ മോനെ നോക്കൂ. വെള്ളമല്ലേ നമ്മൾ വാങ്ങിക്കൊണ്ട് ക്ഷമേ. നോമ്പ് ഉള്ളിൽ എസിയും കാര്യങ്ങളുള്ളതും കൊണ്ടാണ് നോമ്പ് മുറിയാൻ. ഇതാട്ടോ നമ്മളെ രാജേട്ടൻ വന്ന്. എന്ത് രാജേട്ടന്? രാജേട്ടൻ ആടുജീവിതം എന്നോട് പറഞ്ഞോ. ആടുജീവിതം വേറെ ലെവൽ തന്നെ ആയിക്കോട്ടോ, ഒരു രക്ഷയില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് അതല്ല, അതിലത്തെ റിയൽ ആയിട്ടുള്ള നജീബില്ലേ അയാളെ കാര്യമാണ്. കാരണം പൃഥ്വിരാജ് അടിപൊളിയാണ്, സംഭവം പൊളിച്ചിക്കണ്. എന്നാലും ആടുജീവിതോ എന്തായാലും ഞാൻ കണ്ടില്ല. കാരണം നോമ്പ് കഴിയട്ടെ എന്നിട്ട് കാണാൻ വിചാരിച്ചാ. അല്ലല്ല അതല്ല, പൃഥ്വിരാജ് കഷ്ടപ്പെട്ടിരിക്കണോ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നേ പൃഥ്വിരാജിന്റെ കഷ്ടപ്പാട് എന്നൊക്കെ പറഞ്ഞാൽ ഫിലിം തീർന്ന വരെ അല്ലല്ലോ. നജീബ് ആ സമയത്ത് കഷ്ടപ്പെട്ടതൊന്നും ഒരു അറ്റ ഓർമ്മല്ലാത്ത കഷ്ടപ്പാടാ. ഞാൻ എങ്ങനെ രക്ഷപ്പെടും എനിക്ക് അറിയാത്തൊരു കഷ്ടപ്പാട്. ഇതിന്റെ ഒറിജിനൽ ആക്ടർ അല്ലേ, അതായത് ജീവിതത്തിൽ അനുഭവിച്ച ആക്ടർ അല്ല, ഞാൻ പറഞ്ഞറിയാ. ആ മൂപ്പര് നിലവിളിച്ചും കഴിഞ്ഞ ഇറങ്ങി പോണ സീനൊക്കെ ഉണ്ട്. അയാൾക്ക് ഇത് കണ്ടിട്ട് ഇമോഷണൽ ആയിട്ട്, കാരണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് സീൻ തന്നെ. മൂപ്പരെ ലൈഫ് സ്ക്രീനിൽ ഇങ്ങനെ കാണാം, മൂപ്പരെ അനുഭവിച്ചൊക്കെ. ഏതായാലും ഈ ബ്ലോക്കൊക്കെ മാരക ബ്ലോക്ക്. എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാമായിരുന്നു. ഇന്നത്തെ ബ്ലോഗൊക്കെ ഫുള്ള് സ്പീഡ് ബ്ലോഗ് ആയി പോയിക്കുന്നേ. പറ്റിയില്ലല്ലോ പിന്നെ ഈ പോലീസുകാരനും സ്പീഡാ. പോലീസുകാരുടെ കാര്യം സീൻ തന്നെയാണ്. അതിപ്പോ പറഞ്ഞപ്പോ തന്നെ അയച്ചു എന്താ പറയാനല്ലേ? പൊന്ത് ചെക്ക് ടൈമില്ല ഞങ്ങക്ക്. 20 വരുമ്പോ തന്നാ മതിയോ? നോമ്പ് തുറക്കണോ? സ്ഥലം കിട്ടണം. ഇനി വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടണം. അതാണ് ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കണത്. ക്ഷമ ഏതായാലും വെള്ളം കുടിച്ചു. ഓ പമ്പ് പിടിപ്പിച്ച ശേഷനാ
ഇവിടെ ഏടാ മോനെ പാർക്കിങ്? വലത്തോട്ട്. ഇവിടേക്ക് നമ്മൾ അങ്ങനെ വരലില്ലല്ലോ. കുറവാ, കുറവെന്നില്ല. എവിടെ ഒന്ന് കാണിച്ചു തരണേ. കാണിച്ചു തരാം. മുമ്പ് പോയിക്കോളിന്ന് അറിയായിരിക്കും. എക്സിറ്റ് ആക്കി തന്നല്ലേ? ആ നേരെ എക്സിറ്റ് ആണ്. എക്സിറ്റ് ഇയാളെ എടുക്കൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് നേരില്ലാത്ത നേരം എക്സിറ്റ്. എന്റെ പുറത്തൊക്കെ പോയെന്നല്ല. ഓക്കെ 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 ഓക്കെ. മുമ്പ് എന്താ വെച്ചാൽ പുറത്തേക്ക് പോകാമോ? ഓക്കെ ഓക്കെ. ആ ഇവിടെ അല്ലേ? അങ്ങോട്ട് കയറ്റി വിടും. ഇവിടെ കഴിഞ്ഞെങ്കിലും വെക്കാൻ പറ്റും. ഇവിടെ ആണ് ഉദ്ദേശിച്ചത്. ഇതിനിടയിൽ ആൾ കയറ്റേക്കണം. ടാസ്ക് നിങ്ങൾ ഇറങ്ങിക്കുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അരിമതാക്കണാറേ 40 ഇതിട്ട് റെഡിയല്ല. ടൈം ഇതാക്കണ ആറുണ്ട്. ഇറങ്ങിയോളി. ഓക്കെ. അപ്പൊ ഇനി ഏതായാലും നമ്മൾ എങ്ങനെയൊക്കെ ബ്ലോഗ് എടുക്കാൻ പറ്റുന്നൊന്നും അറിയൂല. നമ്മൾ പറ്റുമെങ്കിൽ കാണിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. കൊറേ നേരെ ഇതും കൂടെ എത്താതെ റെഡ് ഫ്ലോർ അല്ലേ? എൻട്രിയിലല്ലേ? ആ അതന്നെ. ഓക്കെ. അപ്പൊ നമ്മള് മുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ കഴിച്ചിട്ട് അവസാനം ഐശ്വര്യ ഇങ്ങോട്ടൊക്കെ എങ്ങനെ എത്രാമത്തെ അതല്ല എത്രാമത്തെ ഐസ്ക്രീം ഐശ്വന്റെ? ഐസ്ക്രീം അല്ലേ, ഒന്ന് ജ്യൂസ് ഇല്ലേ? 2 ജ്യൂസ് ഒരു ഐസ്ക്രീമോ? കൊച്ചു കള്ളത്തി. ഇത് ബുക്കും ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? ആ നോമ്പെടുക്കാൻ നേരത്തെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതല്ല അല്ലേ? എന്നാ പോവാല്